Okay. This is our train. ട്രെയിനിന്റെ വലിപ്പം എത്ര ആയിരുന്നു? 150 meter. 150 meter. 150 meter. ട്രെയിന് അങ്ങനെയല്ല പോകുന്നത്, എത്ര വെലോസിറ്റിയിലാ? 20 meter per second. 20 meter per second. Okay. ഒരു ബ്രിഡ്ജ് ഉണ്ട് അല്ലേ? ബ്രിഡ്ജിന്റെ വലിപ്പം എത്രയാ? 100 meter. 100 meter. 100 meter. We are having a bridge which is of 100 meter. Okay. And what is the shortest time to cross the bridge? അല്ലേ? Yes, sir. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ബ്രിഡ്ജ് എന്തായാലും റെസ്റ്റിലല്ലേ? Yes, sir. ബ്രിഡ്ജിന് വെലോസിറ്റി ഒന്നുമില്ല. ബ്രിഡ്ജിന് വെലോസിറ്റി ഒന്നും ഇല്ലെങ്കിൽ വാട്ട്സ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദ ട്രെയിൻ ഹാസ് ടു കവർ ഇൻ ഓർഡർ ടു ക്രോസ് ദ 50 ബ്രിഡ്ജ്? meter. യെസ്, അതായത് ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഇപ്പോൾ ബ്രിഡ്ജിനെ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്തോ? No, sir. ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും 100 മീറ്റർ ട്രെയിൻ കവർ ചെയ്തു, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്രോസ് ദ ബ്രിഡ്ജ് അല്ലെ? പിന്നെയും ട്രെയിനിന്റെ കംപ്ലീറ്റ് ലെങ്ത് അത് കവർ ചെയ്താലേ ഉള്ളൂ ബ്രിഡ്ജിനെ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. Therefore, ട്രെയിനിന് ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യണമെങ്കിൽ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദ ട്രെയിൻ ഹാസ് ടു കവർ ഷുഡ് ബി ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് അല്ലേ? ആണോ? ട്രെയിനിന് ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മൂവ് ചെയ്യേണ്ട ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 250 മീറ്റർ ആണ്. മനസ്സിലായോ? Did you understand this? Yes, sir. അങ്ങനെയാണ് 250 മീറ്റർ ആണ് ട്രെയിനിന് ക്രോസ് ചെയ്യേണ്ട കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? The only thing which is moving over here is train. അപ്പോൾ 20 meter per second ആണ് അതിന്റെ വെലോസിറ്റി അല്ലേ? Therefore, time is equal to എന്താണ്? Distance divided by velocity അല്ലേ? Yes, sir. അങ്ങനെയാണെങ്കിൽ 250 divided by 20 which will give us 12.5. 12.5 seconds. ഇതാണ് the time required to cross a bridge by a train അല്ലേ? ഇനി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഒരു ബേർഡിന്റെ ബേർഡിന്റെ. ഇനിയിപ്പം ഇതേ ട്രെയിനിനെ ഒരു ബേർഡിന് ക്രോസ് ചെയ്യണം അല്ലേ? And is the bird moving in the direction of train or in the opposite direction of train? Opposite direction. Opposite direction. Let's assume that this is our bird and the bird is moving in the opposite direction of the train. അപ്പം ഈ ഡയറക്ഷനിലാണ് നീങ്ങുന്നത്. വെലോസിറ്റി ഓഫ് ബേർഡ് എത്രയാ? 5 meter per 5 meter per second. 5 meter per second ആണ്. Okay. അങ്ങനെയാണ് വെലോസിറ്റി ഓഫ് ബേർഡ് 5 meter per second. The bird is moving in the opposite direction അല്ലേ? -5. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇതിനെ -5 meter per second എന്ന് എടുക്കണം. അപ്പൊ ചോദിക്കാവുന്ന -5 ബേർഡിന്റെ വെലോസിറ്റി 5 meter per second എന്നല്ല ചോദ്യത്തിൽ തന്നത് ആണ്. Opposite direction. യെസ്. അതായത് V1 വെലോസിറ്റി ഓഫ് ട്രെയിനിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. റൈറ്റിലോട്ടുള്ളതിനെ കൺവെൻഷനലി നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലോട്ടുള്ള വെലോസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് മൈനസ് എടുത്തത്. ഇനി ഇവിടെ നോക്കുമ്പം ട്രെയിനും ബേർഡും രണ്ടാളും മൂവ് ചെയ്യുന്നുണ്ട്. ട്രെയിനും ബേർഡും രണ്ടാളും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സിറ്റുവേഷൻ ഫോർ റിലേറ്റീവ് വെലോസിറ്റി. ഇത് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ടു സോൾവ് ദിസ്? നമ്മൾ ആദ്യം ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ബേർഡ് കണ്ടുപിടിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ VAB കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? VA minus VB. ഓർക്കുന്നുണ്ടോ? അപ്പം വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ബേർഡ് ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ട്രെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് ബേർഡ്. പക്ഷെ അതിനൊരു വെക്ടർ സൈൻ ഉണ്ട്. അതായത് അതിന്റെ വാല്യൂസ് അതിന്റെ കറക്റ്റ് ഓർഡറിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. V1 എത്രയാ? V1 20 മൈനസ് VB എത്രയാ? VB എന്ന് പറയുന്നത് -5 ആണ്. 20 minus of -5 എന്ന് കിട്ടും, which is actually
25. 25 meter per second. അപ്പൊ വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ബേർഡ് അത് 25 meter per second ആണ്. അതായത് ബേർഡിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിന്റെ വെലോസിറ്റി എത്രയായിട്ടാ തോന്നുന്നത്? ബേർഡിന് 25 meter per second റൈറ്റിലോട്ട് എങ്ങനെ മനസ്സിലായി? അത് +25 ആയതുകൊണ്ട്. ആയിക്കോട്ടെ. ഇനി വാട്ട്സ് ദ ഡിസ്റ്റൻസ് ദാറ്റ് the train has to move in order to completely cross the bird? അത് ഇവിടെ ബേർഡിന്റെ ലെങ്ത് അല്ലെ ബേർഡിന്റെ ആ ഒരു സൈസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? The distance the train has to cover to completely cross the bird will be the length of the train. അല്ലെ? അപ്പൊ 150 meter. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. അപ്പോൾ Yes, sir. time is equal to distance divided by velocity. In this case it should be 150 divided by velocity എന്ന് പറയുന്നത് 25 അല്ലേ? ഇതിപ്പോ ആൻസർ എന്താ? 6 seconds. 6 seconds. ക്ലിയർ ആണോ? Yes, sir. ഇനി വേറെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? Another train overtaking the first train another train overtaking the first train അല്ലേ? with a speed of 30 meter per second. അപ്പം നമുക്ക് അടുത്തൊരു സാഹചര്യം എന്തായിരിക്കണം? The train should overtake the first train. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രെയിനിനെ കുറച്ച് മുന്നോട്ടേക്ക് മാറ്റി വരികട്ടെ. Let me just redraw let's just reposition our first train over here. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രെയിന്. നമ്മളുടെ സെക്കൻഡ് ട്രെയിൻ എന്താ ചെയ്യുന്നത്? ഓവർടേക്ക് ചെയ്യാണ്. സെക്കൻഡ് ട്രെയിനിന്റെ ലെങ്ത് എത്രയാ? Same length of first. സെയിം ലെങ്ത് തന്നെ. അപ്പം 150 മീറ്റർ ഉള്ള സെക്കൻഡ് ട്രെയിൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യണം അല്ലേ? ആൻഡ് വാട്ട്സ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ സെക്കൻഡ് ട്രെയിൻ ഇസ് ട്രാവലിംഗ്? 30 meter per second. 30 meter per second. 30 meter per second ആണല്ലേ? അപ്പോൾ സെയിം ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ഓവർടേക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ലോജിക്, ഒരു കോമൺ സെൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലെറ്റ് മീ ജസ്റ്റ് സേ ടു യു, നമ്മളുടെ സെക്കൻഡ് ട്രെയിന് നീങ്ങി ഇവിടെ എത്തുമ്പോൾ സെക്കൻഡ് ട്രെയിൻ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയില്ലേ? Yes, sir. മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഹാസ് ഇറ്റ് ഓവർടേക്കൺ ദ ഫസ്റ്റ് ട്രെയിൻ? നോ. No, sir. പിന്നെ അത് ഒരു 150 മീറ്റർ കൂടി ട്രാവൽ ചെയ്താലേ ഉള്ളൂ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കംപ്ലീറ്റ്ലി ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദ train has to travel to completely overtake us the length of first train plus the length of the second train അല്ലേ? ആണോ? Yes, sir. അപ്പോൾ Yes, sir. നമുക്ക് മനസ്സിലായി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ, if the two trains has to completely overtake, they has to travel a distance of 150 plus 150. മനസ്സിലായോ? Yes, sir. Yes, sir. അപ്പൊ 300 മീറ്റർ ട്രാവൽ ചെയ്താലേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് ആ ട്രെയിൻ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. വൺ തിങ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഫസ്റ്റ് ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടോ? യെസ്. സെക്കൻഡ് ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? വി ജസ്റ്റ് ഹാവ് ടു ടേക്ക് ദ റിലേറ്റീവ് വെലോസിറ്റി, ദാറ്റ് ഇസ് ഏത് വേണം എടുക്കാം, v12 അല്ലെ v21 എന്ത് വേണം എടുക്കാം. ലെറ്റ്സ് ടേക്ക് v12. v12 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു എന്ത്? Second train. അങ്ങനെയാണ് അതിന്റെ റിലേഷൻ എന്തായിരിക്കും? v1 മൈനസ് v2. V2. അങ്ങനെയാണ് വാട്ട് ഇസ് v1? 20. 20 മൈനസ് വാട്ട് ഇസ് v2? 30. 30 meter per second. അപ്പോൾ -10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ചോദിക്കാണ് സാറേ എന്താ -10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയത്? അപ്പൊ ഞാൻ പറയും, ഒന്നാമത്തെ ട്രെയിനിനെ രണ്ടാമത്തെ ട്രെയിൻ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് സെക്കൻഡ് ട്രെയിനിലുള്ള ഒരാള് ഫസ്റ്റ് ട്രെയിനിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, ആ ഫസ്റ്റ് ട്രെയിൻ സെക്കൻഡ് ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ബാക്കോട് പോകുന്നതായിരിക്കും തോന്നുന്നത്. എത്ര ബാക്കോട് പോകുന്നതായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡിൽ ബാക്കോട് പോകുന്നതായിരിക്കും അല്ലേ? അതുകൊണ്ട് with respect to the second train, the first train will appear to move backward. അതുകൊണ്ടാണ് ഈ -10 എന്ന് കിട്ടിയത്. അപ്പൊ എന്തായാലും നമുക്ക് ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആണോ? Yes, sir. Sir. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ
മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എടുത്താൽ മതി. ഇതിപ്പം എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ടൈം എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുകയാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എടുത്താൽ. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് 300 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ 10. അപ്പൊ എന്ത് കിട്ടും? 30 seconds. The train will take 30 seconds to overtake the other train. മനസ്സിലായോ? Sir, magnitude മാഗ്നിറ്റ്യൂഡ് ഉപയോഗിക്കുന്ന എന്താ പറഞ്ഞാല് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? സമയം കണ്ടുപിടിക്കാനുള്ളൂ. സമയം എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ? ടൈം സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പം നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം അത് ഡിവൈഡ് ബൈ വെലോസിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂ എടുത്താൽ മതി. കാരണം മുന്നോട്ടേക്കുള്ള സമയം ബാക്കോട്ടേക്കുള്ള സമയം ഒന്നും പറയാനില്ലല്ലോ. ഇല്ല സർ. അതുകൊണ്ട് നമ്മൾ V12 എടുക്കുന്നതിന് പകരം V21 എടുത്താൽ പോസിറ്റീവ് ആൻസർ കിട്ടും. എന്തായാലും കുഴപ്പമൊന്നുമില്ല. റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്താൽ മതി, സിൻസ് വി ഹാവ് ടു ഡിറ്റർമിൻ ദ സ്കെയിലാർ ക്വാണ്ടിറ്റി ടൈം. ഓക്കേ സർ. ഓക്കേ, ക്ലിയർ ആണോ? ഓക്കേ. യെസ് സർ. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റിയുടെ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ നേരെ ചെയ്യുക, അല്ല നെഗറ്റീവ് ആണ് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് വെലോസിറ്റി. ദാറ്റ്സ് യുവർ ആൻസർ. ക്ലിയർ? യെസ് സർ. അപ്പൊ ട്രെയിൻ ക്രോസിംഗ് പ്രോബ്ലം സിറ്റുവേഷൻസ് മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ നമ്മള് മോഷൻ ഇൻ 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലുള്ള ട്രെയിൻ ക്രോസിംഗ് പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്തു ഇല്ലേ? അങ്ങനെയാണ്. ഇത്രയാണ് നമ്മൾ മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. This is what we have to learn in our chapter motion in 1 dimension. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ മൊത്തമായിട്ടുള്ള അതിന്റെ ഒരു ക്വിക്ക് ആയിട്ടുള്ള മൈൻഡ് മാപ്പ് റിവിഷൻ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ ഒരു മൈൻഡ് മാപ്പ് റിവിഷൻ നമ്മൾ ചെയ്തില്ലായിരുന്നോ? യെസ്. അതേപോലെ തന്നെ മോഷൻ ഇൻ 1 ഡയമെൻഷന്റെ ഒരു പെട്ടെന്നുള്ള മൈൻഡ് മാപ്പ് റിവിഷൻ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ, ഞാൻ അത് ലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഫോർമുലാസിനെയും ഒന്ന് പെട്ടെന്ന് ഒന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കൂ. while I am loading that mind map, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലൂടെ പെട്ടെന്ന് നിങ്ങളുടെ ഇതുവരെ പഠിച്ച കാര്യങ്ങളെയൊക്കെ ഒന്ന് ക്വിക്ക് ആയിട്ടൊന്ന് മെമ്മറൈസ് ചെയ്യും. Okay, so now are you able to see a screen that I have shared you? Yes sir. Yes sir. Yes sir. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മൈൻഡ് മാപ്പിലൂടെ കടന്നു പോകണം. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മളുടെ ഈ മൊത്തം കാര്യങ്ങളെ ഒന്ന് മെമ്മറിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് മൈൻഡ് മാപ്പിംഗ്. സോ if you are seeing this mind map, you can take a screenshot of that. എടുത്തോ? Yes sir. Yes. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു മൈൻഡ് മാപ്പിലൂടെ നമ്മളുടെ ഈ ചാപ്റ്ററിലൂടെ ഒന്ന് കടന്നു പോവാം. മോഷൻ ഇൻ 1 ഡയമെൻഷനില് നമ്മള് ഒബ്ജക്ട്സിന്റെ മോഷനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒബ്ജക്ട്സിനെ നമ്മൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. എന്താ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് we were not bothering about relative velocity situation, train crossing situation മറക്ക്. ബാക്കി ഒരു സിറ്റുവേഷനിലും we were not bothering about the shape or size of the substance അല്ലേ? ട്രെയിൻ ക്രോസിംഗ് സിറ്റുവേഷൻ ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷനിലും were we bothering about the shape or size of the substance? No. ഒരു കല്ല് താഴേക്ക് വീഴാണ്, എത്ര വലുപ്പമുള്ള കല്ലാണ്, ചെറിയ കല്ലാണോ വലിയ കല്ലാണോ എന്ന് നോക്കുന്നില്ലല്ലോ, അതിന്റെ മാസ് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്ത്. അപ്പോൾ വാട്ട് ഇസ് പോയിന്റ് ഒബ്ജക്റ്റ്? ഇഫ് ദ സൈസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ്, അതിനെ നമുക്കൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഇഫ് ദ സൈസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സബ്സ്റ്റൻസ്. അതായത് നിങ്ങൾ എന്റെ കയ്യിലുള്ള ഈ പെന്ന് കണ്ടോ? ഈ പെന്നിനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് എറിഞ്ഞു വിചാരിക്കും.
എന്നിട്ട് ആ പെന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി വീണു. സങ്കല്പിക്കല്ലേ, ഞാൻ എറിഞ്ഞു, ഈ പെൻ എവിടെയാ പോയി വീഴുന്നത്? 2 കിലോമീറ്റർ അപ്പുറം പോയി വീണു ചോദിച്ചോ. അങ്ങനെയാണെങ്കിൽ പെന്നിന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വലുതാണോ ചെറുതാണോ? വലുതാണ്. ആ സാഹചര്യത്തിൽ ഈ പെന്നിനെ നമുക്കൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. The size of object was very small when compared to distance traveled by it. അല്ലേ? ആണോ? അല്ലേ? 2 കിലോമീറ്റർ അപ്പുറം പോയി വീഴുന്ന വെച്ചാൽ ഈ പെന്നിന്റെ സൈസ് ആ ഡിസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്, അല്ലേ? ഇനിയിപ്പോ നിങ്ങൾ ആലോചിക്കുക, ഈ പെന്നിനെ ഞാൻ ഇവിടെ പിടിച്ചു, കാണുന്നില്ലേ? ഇവിടെ പിടിച്ചിട്ട് അതിനെ ഇവിടുന്ന് ഇവിടെ വരെ നീക്കി. ഈ പെന്നിനെ ഇവിടുന്ന് ഇവിടെ വരെ നീക്കിയിട്ടുണ്ടെങ്കിൽ ആ പെന്നിന്റെ എന്ത് സൈസ് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറുതാണോ? ഇവിടുന്ന് ഇവിടെ വരെ നീക്കുന്ന സമയത്ത് അല്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേറൊരു കൺസെപ്റ്റ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റ് കൺസെപ്റ്റ്. എന്ത് കൺസെപ്റ്റ്? Extended object concept. What is extended object concept? If the distance traveled is not very large compared to size of the substance, അങ്ങനെയാണ് ആ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് സബ്സ്റ്റൻസ് ആണ് വിളിക്കേണ്ടത്? Extended object. If the size of object is very small compared to distance traveled by it, അങ്ങനെയാണ് ആ സബ്സ്റ്റൻസിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ്. നമ്മളുടെ മോഷൻ ഇൻ 1 ഡയമെൻഷനിലും തുടർന്നുള്ള കുറച്ച് ചാപ്റ്ററിലൊക്കെ നമ്മൾ അധികവും പോയിന്റ് ഒബ്ജക്റ്റ് കൺസെപ്റ്റ് ആണ് അഡോപ്റ്റ് ചെയ്യുക. ഏത് കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യാം? പോയിന്റ് ഒബ്ജക്റ്റ് കൺസെപ്റ്റ്. വാട്ട് ഇസ് എ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയരുത് ഒരു പോയിന്റ് എത്രയുള്ള ഒബ്ജക്റ്റ് ആണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പറയാം, ഇഫ് ദ സൈസ് ഓഫ് സബ്സ്റ്റൻസ് ഇസ് സ്മോൾ കമ്പയർഡ് ടു ഡിസ്റ്റൻസ് ട്രാവൽഡ്, അതാണ് പോയിന്റ് ഒബ്ജക്റ്റ്. അപ്പൊ ചോദിക്കുകയാണ്, എല്ലാ പോയിന്റ് ഒബ്ജക്റ്റ് ആവണമെങ്കിൽ ഒബ്ജക്റ്റ് വളരെ ചെറുതാവണമെന്നില്ല. അപ്പൊ നമ്മൾ പറയും അങ്ങനെയൊന്നുമില്ല, വളരെ ചെറിയ സബ്സ്റ്റൻസിനും പോയിന്റ് ഒബ്ജക്റ്റ് ആവാം, വളരെ വലിയ സബ്സ്റ്റൻസിനും പോയിന്റ് ഒബ്ജക്റ്റ് ആവാം. ഏർത്തിനെയും നമുക്ക് വേണം ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എപ്പം? ഏർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഡിസ്റ്റൻസിന് നോക്കുകയാണ്. ഏർത്ത് വളരെ ചെറുതൊന്നും അല്ലല്ലോ പ്രാക്ടിക്കലി. പക്ഷേ ഏർത്ത് സണ്ണിന് ചുറ്റും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന് വെച്ച് നോക്കുമ്പോൾ ഏർത്തിന്റെ സൈസ് വളരെ ചെറുതാണ്. So Earth can even be considered as a point object. Earth can even be considered as a point object when compared to distance traveled by it around the sun. കാര്യം മനസ്സിലായില്ലേ? കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഓർ പാത്ത് ലെങ്ത് നമുക്ക് അറിയേണ്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഡിസ്റ്റൻസ് ഓർ പാത്ത് ലെങ്ത്. എന്താണ് ഈ ഡിസ്റ്റൻസ് അല്ലെ പാത്ത് ലെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത്? the total path covered by the substance, അല്ലേ? SI യൂണിറ്റ് മീറ്റർ, ഡയമെൻഷണൽ ഫോർമുല L, അറിയില്ലേ? ഡിസ്റ്റൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് സ്പീഡ്, അല്ലേ? സ്പീഡ് എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, അല്ലേ? അറിയില്ലേ? ഇനി സ്പീഡ് ആയിക്കോട്ടെ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ രണ്ടാളും എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ? അതുകൊണ്ടാണ് ഇവിടെ ഡിസ്റ്റൻസ് അത് കഴിഞ്ഞിട്ട് സ്പീഡ് പിന്നെ അതിനെ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് കാണിച്ചിരിക്കുന്നത്. കാണുന്നില്ലേ? മനസ്സിലായില്ലേ? ബ്രാഞ്ച് കാണുന്നുണ്ടോ? ഇനി അടുത്തത് നമ്മളുടെ ഒരു വൈറ്റ് കളർ ബ്രാഞ്ച് ആയിട്ട് ക്യാൻ യു സീ ഡിസ്പ്ലേസ്മെന്റ് കാണുന്നില്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പോയിന്റ് ടു ഫൈനൽ പോയിന്റ്. പഠിച്ചിട്ടില്ലേ? ഹാവ് യു ലേൺഡ് ഇറ്റ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പോയിന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ SI യൂണിറ്റും മീറ്റർ ആണ്, ഡയമെൻഷണൽ ഫോർമുലയും L ആണ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ x is equal to integral of v dt ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? വെലോസിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് വെലോസിറ്റി, അല്ലേ?
വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഓർക്കുന്നുണ്ടോ? dx/dt അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി വെലോസിറ്റിനെ നമുക്ക് വേണേ ആക്സിലറേഷൻ എന്നും കണ്ടുപിടിക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് a dt. പഠിപ്പിച്ചിട്ടില്ലേ? വെലോസിറ്റി കണ്ടുപിടിക്കണേ dx/dt എന്നുള്ള ഫോർമുലയും യൂസ് ചെയ്യാം, ഇന്റഗ്രൽ ഓഫ് a dt എന്നുള്ള ഫോർമുലയും യൂസ് ചെയ്യാം അല്ലേ? വെലോസിറ്റിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ആര്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഓർ d²x/dt². ഡിസ്പ്ലേസ്മെന്റിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. വെലോസിറ്റിയെ 1 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. ഓർക്കുന്നില്ലേ? ഈ ബ്രാഞ്ചിലുള്ള ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ആക്സിലറേഷനും എല്ലാവരും എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതും നമുക്കറിയാം. ഇനി ഞാൻ അടുത്തൊരു ഓറഞ്ച് കളർ ബ്രാഞ്ച് ആയിട്ട് കാണിച്ചത് നിങ്ങൾ കാണുന്നുണ്ട്. അത് ആവറേജ് സ്പീഡ് അല്ലെ? ആവറേജ് സ്പീഡ് കാണുന്നുണ്ടോ? അതിനെ റിലേറ്റ് ആയിട്ട് കുറെ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആവറേജ് സ്പീഡിൽ നമുക്ക് ജനറൽ ഫോമിൽ എന്തറിയാം? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അറിയില്ലേ? v1 t1 plus v2 t2 plus etc up to vn tn divided by t1 plus t2 plus etc up to tn. അറിയില്ലേ? പിന്നെ ആവറേജ് സ്പീഡിന്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ ഏതൊക്കെയാണ്? ആവറേജ് സ്പീഡിന്റെ സ്പെഷ്യൽ കേസുകൾ ഈക്വൽ ടൈം ആണെങ്കിൽ നമുക്ക് n ഈക്വൽ ടൈം, n ടൈംസ് ഈക്വൽ ടൈം ഇന്റർവെല്ലാണ് അൺഈക്വൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താ? v average is equal to v1 plus v2 plus etc up to vn divided by n അല്ലേ? ഓർക്കുന്നില്ലേ? ഈക്വൽ ഡിസ്റ്റൻസ് ആവുന്ന സാഹചര്യത്തിലാണോ ഈക്വൽ ടൈം ആവുന്ന സാഹചര്യത്തിലാണോ ഈ ഫോർമുല യൂസ് ചെയ്യാം? ഈക്വൽ ടൈം. അപ്പൊ ചോദിക്കുകയാണ് സാറേ ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിലോ? ഈക്വൽ ഡിസ്റ്റൻസ് ഫസ്റ്റ് 2 മീറ്റർ v1 വെലോസിറ്റിയിൽ, സെക്കൻഡ് 2 മീറ്റർ v2 വെലോസിറ്റിയിൽ, അടുത്ത 2 മീറ്റർ v3 വെലോസിറ്റിയിൽ, അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല ഇതാണ് അല്ലേ? ജനറൽ ഫോർമുല എന്താ? n/v average is equal to 1/v1 plus 1/v2 plus etc up to 1/vn. ഓർക്കുന്നുണ്ടോ? അതില് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണാറുള്ളത് 2 ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ അൺഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഫസ്റ്റ് ഒരു ഈക്വൽ ഡിസ്റ്റൻസും പിന്നെ ഒരു ഈക്വൽ ഡിസ്റ്റൻസും ഒരു ഡിഫറെന്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആവറേജ് വെലോസിറ്റി അല്ലെ ആവറേജ് സ്പീഡ്. അപ്പൊ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 2/v average is equal to 1/v1 plus 1/v2. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നേരെ എങ്ങനെ ഒരു ഫോർമുല യൂസ് ചെയ്യാം അല്ലെ? ഓർക്കുന്നില്ലേ? 2v1 v2 divided by v1 plus v2. ഓർക്കുന്നുണ്ടോ? ഇനി അടുത്ത ബ്ലൂ കളർ ബ്രാഞ്ച്, ഇത് ഗ്രാഫ്സ് അല്ലെ? നമ്മളുടെ മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ നമ്മൾ കുറെ ടൈപ്പ് ഗ്രാഫുകളെ പറ്റി പഠിക്കുന്നുണ്ട്. ഉണ്ടോ? അതില് ഒന്നാമത്തെ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. വാട്ട്സ് ദ ഫസ്റ്റ് ഗ്രാഫ്? പൊസിഷൻ ടൈം ഗ്രാഫ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. കാണുന്നില്ലേ? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് us എന്ത്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റിയെ തരും. അറിയില്ലേ? പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതില് ഒന്നാമത്തെ ഗ്രാഫ് ഈ ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സബ്സ്റ്റൻസ് റെസ്റ്റിലാണ്. ഓർക്കുന്നില്ലേ? Displacement time graph is a straight line parallel to time axis, then the substance is at rest. ഓർക്കുന്നുണ്ടോ? അതേപോലെ if the displacement time graph is a straight line inclined to time axis making an acute angle.
ഒരു acute angle ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആണെങ്കിൽ അവിടെ നമുക്ക് അറിയേണ്ടത് വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർക്കുന്നില്ലേ? The velocity in that situation should be positive and constant. Are you remembering this? Yes, sir. Yes. അപ്പോൾ അതും നമ്മൾക്ക് അറിയാം ഇല്ലേ? ആരെയോ ഓഡിയോ ഓൺ ആയി കിടക്കുന്നുണ്ട്, അത് ഇവിടേക്ക് ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. Okay. Any if the velocity displacement time graph is a straight line like this, ഈ ഗ്രാഫ് കാണുന്നുണ്ടോ? അതായത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. പഠിച്ചിട്ടില്ലേ? യെസ്. അതേപോലെ if the displacement time graph is a curve which is curving upward, ഈ കാണിച്ചിരിക്കുന്നത് പോലെ മുകളിലേക്ക് കർവ് ചെയ്യുന്ന ഒരു കർവ് ആണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ആൻഡ് വെലോസിറ്റി ഈസ് പോസിറ്റീവ്. വെലോസിറ്റി പോസിറ്റീവ് ആണ്, വെലോസിറ്റി ഇൻക്രീസിങ് ആണ്. പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? Yes. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് if it is a curve which is curving downwards, താഴോട്ടേക്ക് curve ചെയ്യുന്ന ഒരു curve ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്, പക്ഷേ വെലോസിറ്റി പോസിറ്റീവ് ആണ്. വെലോസിറ്റി ഈസ് പോസിറ്റീവ് ബട്ട് വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫുകൾ. ക്ലിയർ ആണോ? Yes, sir. Yes. Yes, sir. Yes, sir. അടുത്തതായിട്ട് the next thing that we have to learn is about velocity time graph. അടുത്ത നമ്മൾ പഠിച്ചിരിക്കേണ്ട ഗ്രാഫ് ഏതാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് us acceleration. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്? tan theta or slope of velocity time graph will give us ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന് താഴെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഓർക്കുന്നുണ്ട് ഇല്ലേ? പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട വെലോസിറ്റി ടൈം ഗ്രാഫുകൾ. ഇഫ് യു ആർ ഡിസ്കസിംഗ് ദ ഇമ്പോർട്ടന്റ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ആദ്യം തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെലോസിറ്റി കോൺസ്റ്റന്റും ആക്സിലറേഷൻ സീറോയും. ഓർക്കുന്നില്ലേ? Yes or no? Yes, sir. അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫ് is a straight line making an acute angle. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് velocity is positive, velocity is increasing and acceleration is constant. Velocity positive ആണ്, velocity increase ചെയ്യുന്നുണ്ട്, acceleration constant ആണ്. മനസ്സിലായോ? ഇനി if the velocity time graph is like this, ഈ ഗ്രാഫ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് it is making an obtuse angle. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെലോസിറ്റി പോസിറ്റീവ് ആണ്, പക്ഷെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ്. വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. therefore ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ റിട്ടാർഡേഷൻ ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ ഇവിടെ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വെലോസിറ്റി ടൈം ഗ്രാഫുകൾ. ഇനി ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്
ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? വെലോസിറ്റി. വെലോസിറ്റി നമുക്കറിയാം. ഇനി പ്രധാനപ്പെട്ട രണ്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫുകൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, കൂടാതെ ടൈമാക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആക്സിലറേഷൻ കോൺസ്റ്റന്റും ആക്സിലറേഷൻ പോസിറ്റീവും കാണുന്നില്ലേ? Are you seeing that? Yes. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഫോർത്ത് ക്വാഡ്രന്റിലാണ്, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷേ നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷേ നെഗറ്റീവ് ആണ്. ക്ലിയർ ആണോ? പിന്നെ അടുത്ത ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് കാണാം, ഗ്രാഫിൽ നോട്ട് പോസിബിൾ അല്ലേ? അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫുകൾ ഒന്നും പോസിബിൾ അല്ല. ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇത് പോസിബിൾ ആണോ? അപ്പൊ നമ്മള് പറയാ ഇതൊരിക്കലും പോസിബിൾ അല്ല. അപ്പൊ ചോദിച്ചാൽ അതെന്താ ഇത് പോസിബിൾ അല്ലാത്തത്? കാരണം നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു ടൈമിൽ റെഫർ ചെയ്ത് നോക്കുക. T1 ടൈമില് സബ്സ്റ്റൻസിന്റെ പൊസിഷൻ എവിടെയാന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റൻസിന്റെ പൊസിഷൻ ഇവിടെയുമാണ്. അത് നടക്കുമോ? ഒരു സിംഗിൾ ടൈമിൽ സബ്സ്റ്റൻസിന്റെ പൊസിഷൻ രണ്ട് സ്ഥലത്ത് ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാല് നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും വേണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കല്യാണപ്പുരയിൽ പോയിട്ട് കല്യാണം അറ്റൻഡ് ചെയ്യണം ഒരേ സിംഗിൾ ടൈമിൽ നടക്കുമോ? ഇല്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അറ്റ് എ സിംഗിൾ ടൈം ടു ഡിഫറെന്റ് പൊസിഷൻ. അത് പോസിബിൾ അല്ലല്ലോ. അല്ല. അതേപോലെ തന്നെയാണ് നമുക്കിപ്പം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫില് ഇങ്ങനെ ആയാലും ഇത് ഈ ഗ്രാഫിൽ നിന്ന് വ്യത്യാസമുണ്ട് അല്ലെ? ഈ ഗ്രാഫുകളിൽ നിന്ന് വ്യത്യാസമല്ലേ ഈ ഗ്രാഫ്? ഇത് കുറച്ചിങ്ങോട്ട് വളച്ച് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് അല്ലെ? ഉണ്ടോ? അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാല് ഈ ഒരു സിംഗിൾ ടൈമിൽ നോക്കുകയാണെങ്കിൽ സബ്സ്റ്റൻസിന് രണ്ട് പൊസിഷൻ ആയി പോകും. രണ്ട് പൊസിഷൻ പോസിബിൾ ആണോ? ഒരു സിംഗിൾ ടൈമിൽ സബ്സ്റ്റൻസിന് രണ്ട് പൊസിഷൻ പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ടാണ് ഈ ഗ്രാഫും ഒന്നും പോസിബിൾ അല്ല എന്ന് പറയുന്നത്. ഇതിലും ഒരു സിംഗിൾ ടൈമിൽ കുറെ പൊസിഷൻ ഒരിക്കലും പോസിബിൾ അല്ല അല്ലെ? അല്ലല്ലോ. അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആയിക്കോട്ടെ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു ഷേപ്പുകളൊക്കെ ഒരിക്കലും പോസിബിൾ അല്ല. മനസ്സിലായോ? ഇനി സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇത് പോസിബിൾ അല്ല. അപ്പൊ ചോദിക്കുക അതെന്താ സ്പീഡ് ടൈം ഗ്രാഫ് ആണ് ഇത് പോസിബിൾ അല്ലാത്തത്? സ്പീഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് നെഗറ്റീവ് വാല്യൂ പൊസസ് ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ ടു യു? അപ്പോൾ ഈ കാര്യവും നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഇനി നമ്മൾക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ we can see the orange color branch which is equations of motion. പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ? v is equal to u plus at. ഓർക്കുന്നുണ്ടോ? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ s is equal to ut plus half at square. ഓർക്കുന്നില്ലേ? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ v square minus u square equal to 2as. നിങ്ങളെ ഞാൻ ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കൂടി പഠിപ്പിച്ചിട്ടുണ്ടാവും. ഡിസ്പ്ലേസ്മെന്റ് at nth second is equal to u plus a by 2 into 2n minus 1. Did I teach you that also? Yes sir. ഇനി വേറെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഇക്വേഷൻ കൂടി നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. Displacement is equal to
ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലെങ്കിൽ v പ്ലസ് യു ബൈ 2 ഇതാണ് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടി. ഇതും നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പം ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഇത്ര ഇക്വേഷൻസിനൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചു അല്ലേ? ആണോ? ക്ലിയർ അല്ലേ? ഇനി നമ്മള് ഇക്വേഷൻസ് ഓഫ് മോഷനെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ യൂസ് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷനെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ, അതായത് അതിന്റെ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് പഠിച്ചേക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാറ്. അതായത് ഒബ്ജക്റ്റ് ത്രോൺ അപ്പ് അല്ലെ ബോഡി ത്രോൺ അപ്പ് കാണുന്നുണ്ടോ? ആർ യു ഏബിൾ ടു സീ ദ ബോഡി ത്രോൺ അപ്വേർഡ് സിറ്റുവേഷൻ? അവിടെ ടൈം ഫോർ മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന ടൈമിനെ കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഫോർമുല ടി ഈസ് ഈക്വൽ ടു യു ബൈ ജി അല്ലെ റൂട്ട് ഓഫ് 2h ബൈ ജി. ഒരു സബ്സ്റ്റൻസിന് നേരെ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന ടൈം യു ബൈ ജി അല്ലെ റൂട്ട് ഓഫ് 2h ബൈ ജി. കാണുന്നില്ലേ? കാണുന്നുണ്ടോ? മാക്സിമം ഹൈറ്റ് എത്രയായിരിക്കും? ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ആണെങ്കിൽ h is equal to u square by 2g. ഈ ഫോമിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. കാണുന്നില്ലേ? പിന്നെ ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ്സിൽ ഹയസ്റ്റ് പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ മൈനസ് ജി ആണ്. ഹയസ്റ്റ് പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ മൈനസ് ജി ആണെന്ന് അറിയില്ലേ? വേറൊരു സാഹചര്യമാണ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് സാഹചര്യത്തില് അവിടെയും ആക്സിലറേഷൻ മൈനസ് ജി ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓർക്കുന്നില്ലേ? യെസ്. അവിടെ താഴെ എത്തുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി റൂട്ട് ഓഫ് 2gh. വാട്ട്സ് ദ ഫൈനൽ വെലോസിറ്റി ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട്? റൂട്ട് ഓഫ് 2gh. അതേപോലെ തന്നെ മേലെന്ന് താഴോട്ടേക്ക് എത്തുന്ന ടൈം ടു റീച്ച് ദ ഗ്രൗണ്ട് ആണ് v ബൈ ജി റൂട്ട് ഓഫ് 2h ബൈ ജി. ഈ രണ്ട് ഫോർമുലയും സെയിം ആണല്ലേ? നോക്കി നോക്ക്. കല്ലിനെ മേലോട്ടേക്ക് എടുത്ത് എറിയുകയാണെങ്കിൽ മേലെത്താൻ എടുക്കുന്ന ടൈം തന്നെയാണ്. അതേ ഹൈറ്റ് എന്ന് ഒരു കല്ലിനെ താഴോട്ടേക്ക് ഇടുകയാണെങ്കിൽ നിലത്തെത്താൻ എടുക്കുന്ന ടൈമും. ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. ക്ലിയർ? ഇനി റിലേറ്റീവ് വെലോസിറ്റിയിൽ വി എ എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയും വി ബി എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിലും സബ്സ്റ്റൻസ് നേരെ മുന്നോട്ടേക്ക് നീങ്ങുകയാണെങ്കിൽ വി എ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല വി എ മൈനസ് വി ബി അല്ലെ? ജനറൽ ഫോർമുല വെക്ടർ വി എ മൈനസ് വെക്ടർ വി ബി അല്ലെ? ആണോ? എങ്ങോട്ടാ സഞ്ചരിക്കുന്നത് അനുസരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് അതിനെ നമ്മൾ ആ വാല്യൂസ് ആക്കിയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓർക്കുന്നില്ലേ? അപ്പൊ നമ്മൾ മോഷൻ ഇൻ 1 ഡയമെൻഷന്റെ ഒരു ഓവർവ്യൂ റിവിഷൻ നമ്മൾ ചെയ്തു ഇല്ലേ? അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ. ഈ ചിത്രം നോക്കുമ്പോഴേക്ക് നമുക്ക് മൊത്തം കാര്യങ്ങളുടെ ഒരു പിടുത്തം കിട്ടി. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക്, 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമ്മൾ ഇതേ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റീജോയിൻ ചെയ്യണം. ക്ലിയർ അല്ലേ? So you can take a 5 minutes break.